നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നിയോജക മണ്ഡലത്തെ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് 25 വർഷം പിന്നിലാക്കിയവർക്ക് വോട്ടിലൂടെ മറുപടി നൽകണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ പഞ്ചായത്ത് തല പര്യടനം പോത്തുകൽ പഞ്ചായത്തിലെ മുണ്ടേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെമ്പർമാരുടെ ഭൂരിപക്ഷത്തോടുകൂടിയായിരുന്നു ഭരിച്ചത്. ആ 5 കൊല്ലക്കാലം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അറിയാം. ഈ പ്രാവശ്യം നമുക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വമ്പിച്ച ഭൂരിപക്ഷത്തെ നമ്മളെ ഭരണകക്ഷിയ നമ്മളെ UDFനെയും അതുപോലെ തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ആര്യടൻ ഷൗക്കത്തിനെയും ജയിപ്പിക്കുന്നത് നമ്മുടെ കടമയാണ്. ആര്യടൻ ഷൗക്കത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കേവലം 200 ദിവസം കൊണ്ട് 200 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തികൾക്ക് തുടക്കമിട്ടു. നാളത്തെ നിലമ്പൂരിനെ വാർത്തെടുക്കുവാൻ ഷൗക്കത്തിനെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. UDF പഞ്ചായത്ത് ചെയർമാൻ P. ഉബൈദ് അധ്യക്ഷത വഹിച്ചു. ഇസ്മായിൽ മുത്തേടം, UDF നിയോജക മണ്ഡലം ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി, കൺവീനർ NA കരീം, VA കരീം, അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ്, പാനായി ജേക്കബ്, ബാബു തോപ്പിൽ, പാലോളി മെഹബൂബ്, UDF പഞ്ചായത്ത് കൺവീനർ രാജു തുരുത്തേൽ, പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. തമ്പുരാട്ടിക്കല്ല്, മുക്കം, അമ്മുട്ടാൻപൊട്ടി, വെളുമ്മിയമ്പാടം, കുനിപ്പാല, പോത്തുകൽ, കോടാലിപ്പോയിൽ ഉന്നതി, പറയരങ്ങാടി, ചെമ്മൻകൊല്ലി, ഉപ്പട, ആനക്കല്ല് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഞെട്ടിക്കുളത്ത് സമാപിച്ചു. 100 കണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥി സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിയത്. നാസിക് ഢോളടക്കം വാദ്യമേളങ്ങളും ആവേശമായി. സ്ത്രീകളടക്കം വൻ ജനക്കൂട്ടമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തിയത്. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം കുറഞ്ഞ കാലം കൊണ്ട് നിലമ്പൂരിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ പറഞ്ഞ് നിലമ്പൂരിനെ വരുന്ന 15 വർഷം കൊണ്ട് മാറ്റിയെടുക്കേണ്ട പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ച് തനിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ആരും തലകുനിക്കേണ്ടി വരില്ലെന്ന് ഉറപ്പു നൽകി വോട്ടർമാരെ പേര് ചൊല്ലി വിളിച്ച് പരിചയം പുതുക്കി ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പും വാങ്ങിയാണ് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഷൗക്കത്ത് മടങ്ങിയത്. നിലമ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി LDF സ്ഥാനാർത്ഥി U. ഷറഫ് അലി. നിലമ്പൂർ ടൗൺ കേന്ദ്രീകരിച്ചായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കത്രിക അനുവദിച്ചതിനു പിന്നാലെ വൻ ആവേശത്തോടെയാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ, ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി U. ഷറഫ് അലി വോട്ടർമാരെ കണ്ടു. നിലമ്പൂരിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണെന്നും മണ്ഡലത്തിൽ UDFനെതിരെ ശക്തമായ ജനവികാരം നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 8 മാസമായി മണ്ഡലത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന പരാതി വോട്ടർമാർക്കിടയിലുണ്ടെന്നും U. ഷറഫ് അലി കൂട്ടിച്ചേർത്തു. PP സുനീർ MPയുടെ നേതൃത്വത്തിലാണ് പ്രചാരണ പരിപാടികൾ നടന്നത്. കൂടാതെ നിലമ്പൂർ നഗരസഭ മുൻ ചെയർമാൻ മാട്ടുമ്മൽ സലീം, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം BM റസാഖ്, ജില്ലാ കമ്മിറ്റി അംഗം E. പത്മാക്ഷൻ, ഏരിയ സെക്രട്ടറി K. മോഹനൻ, CPI ജില്ലാ കൌൺസിൽ അംഗം
PM ബഷീർ, കേരള കോൺഗ്രസ് M ജില്ലാ വൈസ് ചെയർമാൻ സക്കറിയ കനാത്തോപ്പിൽ, CITU ജില്ലാ പ്രസിഡന്റ് PV ഇസ്മായിൽ, നഗരസഭാ കൌൺസിലർ അരുൺ ദാസ്, വനിതാ പ്രവർത്തകരടക്കം വലിയൊരു നിര പ്രവർത്തകർ പ്ലക്കാർഡുകളേന്തി പ്രകടനത്തിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെ മറ്റ് മേഖലകളിലും സജീവമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് LDF തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാളികാവ് എക്സൈസ് റേഞ്ച് സംഘം ചോക്കാട് നടത്തിയ പരിശോധനയിൽ വ്യാവസായിക അളവിൽ സിന്തറ്റിക് ലഹരി മരുന്നുമായി യുവാവിനെ പിടികൂടി കേസെടുത്തു. നിലമ്പൂർ തടിയൻ വീട്ടിൽ അംജദ് ഖാനെയാണ് കാളികാവ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അനീഷ് TCയും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 38.983 ഗ്രാം മെത്തഫെറ്റമിൻ എന്ന സിന്തറ്റിക് മയക്കുമരുന്ന് പിടികൂടി. പൂക്കോട്ടുപാടം, ചോക്കാട്, പെടയന്താൾ ഭാഗങ്ങളിൽ വൻതോതിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതായുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഷാഡോ സംഘം പ്രദേശത്ത് നടത്തിയ രഹസ്യ നിരീക്ഷണത്തിലാണ് മയക്കുമരുന്ന് വിൽപ്പനയുടെ പ്രധാന കണ്ണിയായ അംജദ് ഖാനെ മെത്താഫെറ്റമിനുമായി പിടികൂടുവാൻ സാധിച്ചത്. മേഖലയിൽ മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾ ഇപ്പോൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലാണെന്നും എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. ബാംഗ്ലൂരിൽ നിന്നും നേരിട്ടെത്തിച്ചാണ് പ്രതി ചോക്കാട് പ്രദേശങ്ങളിലെ ചില്ലറ വിൽപ്പനക്കാർക്കും ഉപഭോക്താക്കൾക്കും വിൽപ്പന നടത്തുന്നതെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. ബാംഗ്ലൂരിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ വാങ്ങിക്കുന്ന മയക്കുമരുന്ന് കൂടിയ നിരക്കിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതാണ് രീതി. പിടികൂടിയ മയക്കുമരുന്ന് വിപണിയിൽ 1.5 ലക്ഷത്തിലധികം രൂപ വില വരും. മയക്കുമരുന്ന് വിൽപ്പനയിൽ സാമ്പത്തിക സഹായം നടത്തിയവരെക്കുറിച്ചും അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും അറിയിച്ചു. ചോക്കാട് പ്രദേശത്തു നിന്നും മുൻപും വലിയ അളവിലുള്ള രാസലഹരികൾ കാളികാവ് എക്സൈസ് കണ്ടെടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അശോക് P, പ്രിവന്റീവ് ഓഫീസർ അരുൺകുമാർ KS, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് അഫ്സൽ N, അമിത് K, നിതിൻ MS, സോണിയ M എന്നിവരും എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. നിയമസഭാ ഇലക്ഷൻ പ്രമാണിച്ച് മദ്യം മയക്കുമരുന്ന് വിൽപ്പനകൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. നിയമസഭാ ഇലക്ഷനോടനുബന്ധിച്ചുള്ള തീവ്ര പരിശോധനയിൽ ഈ മാസം മാത്രം 9 അബ്കാരി കേസുകളും 5 NDPS കേസുകളും 17 കോട്ട്പ കേസുകളും കണ്ടെടുത്തതായും 56 ലിറ്റർ വിദേശ മദ്യം, 113 ഗ്രാം കഞ്ചാവ്, 40 ഗ്രാം മെത്തഫെറ്റമിൻ എന്നിവ പിടികൂടിയതായും എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. SNDP യോഗം നിലമ്പൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 14ാമത് നിലമ്പൂർ ശ്രീനാരായണ കൺവെൻഷന്റെ ഒരുക്കങ്ങൾക്ക് തുടക്കമായി. കൺവെൻഷൻ വേദിയായ മുട്ടിക്കടവ് ഡോക്ടർ പൽപ്പു നഗറിൽ പന്തലിന്റെ കാൽനാട്ടുകർമ്മം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നിർവഹിച്ചു. ഏപ്രിൽ 3, 4, 5 തീയതികളിലായാണ് ഇത്തവണത്തെ കൺവെൻഷൻ നടക്കുന്നത്. SNDP യോഗം നിലമ്പൂർ യൂണിയൻ പ്രസിഡന്റ് VP സുബ്രഹ്മണ്യൻ, സെക്രട്ടറി ഗിരീഷ് മേക്കാട് എന്നിവർ ചേർന്നാണ് കാൽനാട്ട് കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ യൂണിയനിലെ മറ്റ് ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു. ഈ അവധിക്കാലം അടിച്ചുപൊളിക്കാൻ അന്തർ സംസ്ഥാന യാത്രകളുമായി KSRTC ബജറ്റ് ടൂറിസം സെൽ. ഏപ്രിൽ 4, 17 തീയതികളിൽ കൊടൈക്കനാൽ, ഏപ്രിൽ 8, 18 തീയതികളിൽ ഊട്ടി, മെയ് 9 ഗോവയിലേക്കുമാണ് ട്രിപ്പുകൾ. ഗവി, മൂന്നാർ, വട്ടവട, ഇടുക്കി, വാഗമൺ, ഇല്ലിക്കൽ കല്ല്, മലക്കപ്പാറ, നെല്ലിയാമ്പതി, വയനാട്, കുമരകം, ഹൌസ് ബോട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ട്രിപ്പുകളുണ്ടാവും. ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി സഹകരിച്ച KSRTC യാത്രക്കാർക്ക് സ്പെഷ്യൽ ക്യൂ അനുവദിച്ചതിനാൽ ഗുരുവായൂർ ദർശനയാത്രയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി 9474369667, 7012968595, 9495135494 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിന് വോട്ട് തേടി നിലമ്പൂർ നഗരസഭയിൽ വനിതാ സംഗമം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വനിതകളുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ കൊണ്ടുവന്ന ആര്യടൻ ഷൌക്കത്തിനെ വിജയിപ്പിക്കേണ്ടത് കടമയായി സ്ത്രീ സമൂഹം ഏറ്റെടുക്കണമെന്ന് പത്മിനി ഗോപിനാഥ് പറഞ്ഞു. മുംതാസ് ബാബു അധ്യക്ഷം വഹിച്ചു. സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത്, P പുഷ്പവല്ലി, സെറീന മുഹമ്മദ് അലി, VA കരീം, A ഗോപിനാഥ്, പലോളി മെഹബൂബ്, സാലി ബിജു, നാണിക്കുട്ടി കുമഞ്ചേരി, സൈഫു എരാന്തി, K ജാസ്മിൻ, തട്ടാരശ്ശേരി സുബൈദ എന്നിവർ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിൽ കലക്ടറുടെ ചേംബറിന് മുൻപിൽ ഒരുക്കിയ മാതൃകാ ഹരിത പോളിംഗ് ബൂത്തിന്റെ ഉദ്ഘാടനം ഇലക്ഷൻ ജനറൽ ഒബ്സർവർ രാജേന്ദ്രകുമാർ, ജില്ലാ കലക്ടർ ഡോക്ടർ വിനയ് ഗോയൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒബ്സർവർമാർ സബ് കളക്ടർമാരായ ദിലീപ് K കൈനിക്കര, സാക്ഷി മോഹൻ, ADM രാജേഷ് CS, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ്, ശുചിത്വ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറും ജില്ലാ കോർഡിനേറ്ററുമായ A ആതിര തുടങ്ങിയവർ ഉദ്ഘാടനത്തിന്റെ സാക്ഷിയായി. പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ശുചിത്വ മിഷനും ജില്ലാ ഭരണകൂടവും സംയുക്തമായാണ് മാതൃകാ ബൂത്ത് ഒരുക്കിയത്.
പ്രകൃതി സൗഹൃദ പാത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ, മൺകൂജ എന്നിവയുടെ പ്രദർശനത്തിനോടൊപ്പം മായാത്ത മഷി ചില്ലുകുപ്പിയിലോ സ്റ്റീൽ കുപ്പിയിലോ സൂക്ഷിക്കുന്നതിനുള്ള മാതൃകയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തടി, മുള, ഓല, കയർ തുടങ്ങി പൂർണ്ണമായും പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളാണ് ബൂത്ത് നിർമ്മിക്കുവാനായി ഉപയോഗിച്ചത്. പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഹരിതചട്ടത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ സൗജന്യ ലഘുലേഖയും ബൂത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഹരിത മാർഗനിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനും മാതൃകാ ഹരിത ബൂത്ത് സഹായകരമാകുമെന്ന് ശുചിത്വ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറും ജില്ലാ കോർഡിനേറ്ററുമായ എ ആതിര പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ദിവസം വരെ സിവിൽ സ്റ്റേഷനിൽ ബൂത്ത് പ്രവർത്തിക്കും. ഹരിതചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായി പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ബോർഡുകൾ, ബാനറുകൾ, കൊടിതോരണങ്ങൾ തുടങ്ങിയവ 100% കോട്ടൺ, പനമ്പായ, പുൽപ്പായ, ഓല, ഈറ, മുള, പാള തുടങ്ങിയ പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചുള്ളതാവണം. വാട്ടർ ക്യാനുകൾ, സ്റ്റീൽ കുപ്പികൾ, സ്റ്റീൽ ചില്ല് ഗ്ലാസുകൾ, സ്റ്റീൽ സെറാമിക് പ്ലേറ്റുകൾ എന്നിവയാണ് ഉപയോഗിക്കേണ്ടത്. പേപ്പർ, ചണം, തടി, ലോഹം, മുള, ഈറ, പനമ്പായ, പാള മുതലായവയിൽ നിർമ്മിതമായ ബോർഡുകൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗീകരിച്ച റീസൈക്ലബിൾ പോളി എത്തിലീൻ 100% കോട്ടൺ തുണി എന്നിവ ഉപയോഗിക്കാം. വാഴയിലയിൽ പൊതിഞ്ഞുവരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, പൂക്കളിലുള്ള ആഹാരങ്ങൾ, പുസ്തകങ്ങൾ, കുടുംബശ്രീ ബഡ് സ്കൂൾ ഉൽപ്പന്നങ്ങൾ, പുനരുപയോഗ സാധ്യമായ ഉൽപ്പന്നങ്ങൾ, ജൈവ മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് ബിന്നുകൾ സ്ഥാപിക്കൽ, ബിന്നുകൾ യഥാസമയം കാലിയാക്കൽ തുടങ്ങിയവ പ്രകൃതി സൗഹൃദ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലിക്കണം. ചടങ്ങിൽ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ അമൽ പ്രസാദ്, RG രാഗി, ടെക്നിക്കൽ കൺസൾട്ടന്റ് വിനീത്, പ്രോഗ്രാം ഓഫീസർ സിറാജുദ്ദീൻ, കെ ജ്യോതി, മുഹമ്മദ് സാലിഹ്, റിസോഴ്സ് പേഴ്സൺ ഫസലുദ്ദീൻ, ജുനൈദ്, ജംഷാദ്, CKCL ജില്ലാ അസിസ്റ്റന്റ് മാനേജർ വരുൺ പ്രതൂഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.